സംസ്ഥാനത്തും സിനിമാ മേഖലയിലും മാത്രമല്ല, രാജ്യത്തിനകത്തും പുറത്തും രാജ്യാന്തര രംഗത്തുമൊക്കെ ലക്ഷ്മിപ്രിയമാരുണ്ട്. അതുപോലത്തെ ഒരു ലക്ഷ്മിപ്രിയയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് തോന്നിപ്പോവും. പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. ഒരാൾ വലുതും ഒരാൾ ചെറുതുമല്ല, രണ്ടുപേരും പ്രവൃത്തികളിൽ ഒരുമാതിരി ഇക്വേറ്റ് ചെയ്യപ്പെടാവുന്നതാണ് എന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും തോന്നിപ്പോകാറുണ്ട്. അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. അമേരിക്കയുടെ പ്രസിഡൻറ്റ് ഇറ്റാലിയൻ പ്രസിഡൻറ്റ് ജോർജിയോ മെലോണി തനിക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ യാചിച്ചു എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിൻ്റെ ഒരു വിചാരം, പുള്ളി എന്ന് പറയുന്ന ആൾ എന്തോ ലോകത്തിലെ മഹാസംഭവവും ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പാവം കരുതിയിരിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്തയുടെയും തലക്കെട്ട് കാണുമ്പോൾ കാണുന്നവരൊക്കെ നോക്കി ചിരിക്കാറാണ് പതിവ്. കാരണം ഇന്നലെ ഒരു വർത്തമാനം പറഞ്ഞു, ഏതെങ്കിലും കാരണവശാൽ ഇറാൻ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ തലയിൽ ഞാൻ ബോംബിടും. ബോംബ് ബൗ ബൗ ബൗ. സത്യത്തിൽ ഇനി പുള്ളി ബോംബെന്നല്ല, ഉറക്കത്തിലെങ്ങാനും ചെന്ന് ഭാര്യയെ വല്ല ഇറാൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് ഓടുന്ന അവസ്ഥയാണ് പുള്ളിയുടേത്. പക്ഷേ പുള്ളി ഇങ്ങനെ പറയുകയാണ്. ഇതുപോലെ വമ്പത്തരങ്ങളും ഊളത്തരങ്ങളും നിറഞ്ഞ പെരുമാറ്റമാണ് മഹാനവറുകളുടേത്. അദ്ദേഹമാണ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത്, ഈ G7 ഉച്ചകോടിയിലോ മറ്റോ അവിടെ ചെന്ന ഒരു മീറ്റിങ്ങിൽ ജോർജിയ മെലനി തന്നോട് ഫോട്ടോ എടുക്കാൻ വല്ലാണ്ട് കൊതിച്ചു, യാചിച്ചു. എനിക്കൊരു ഫോട്ടോ തരൂ ട്രംപേ, ഞാൻ അങ്ങയോടൊപ്പം നിന്നൊരു പടമെടുത്തോട്ടെ എന്ന് പറഞ്ഞു എന്ന കണക്കിന്. അവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അവർ പുള്ളിയുടെ മറ്റൊരവസരത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞു, ഇറ്റലിക്കാർ യാചിക്കാറില്ല, പ്രത്യേകിച്ച് തന്നെപ്പോലൊരാളോട്. നിങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ലെന്ന് മാത്രമല്ല, അതിനൊരിക്കലും തങ്ങളാരും വഴങ്ങുകയുമില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു രാജ്യത്തെ അപമാനിച്ചതിന് തുല്യമായി കണ്ട് ഇറ്റലിയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാനിരുന്ന യാത്ര അങ്ങ് റദ്ദാക്കി. ആ യാത്ര റദ്ദാക്കാൻ പറഞ്ഞ കാരണം, ഈ പ്രവൃത്തിയിലൂടെ തങ്ങളുടെ രാജ്യത്തെ അപമാനിക്കുകയാണ് ട്രംപ് ചെയ്തത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ യാത്ര റദ്ദാക്കിയത്. ഈ യാത്ര റദ്ദാക്കിയെന്ന് മാത്രമല്ല, തൻ്റെ നിലപാട് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളോടും ഉറക്കെ പറഞ്ഞു. യാതൊരു ക്രെഡിബിലിറ്റിയും ഒരു യുക്തിബോധവുമില്ലാത്ത ഒരാളിനോടൊപ്പം താൻ ഫോട്ടോ എടുക്കാൻ യാചിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപമാനം വേറൊന്നുമില്ല എന്ന തരത്തിലാണ് ജോർജിയ മെലനി പ്രതികരിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിയുമായും ഒക്കെ ജോർജിയ മെലനി വളരെ സൗഹൃദം പങ്കുവെക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു മറുവശമുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തെ 3 നാവിഗേറ്റേഴ്സിനെ ബോംബിട്ട് കൊന്നതിന് ശേഷം അതിലെ കൺസേൺ പറയാനായി വിളിച്ചപ്പോൾ നിയമം ലംഘിച്ചാൽ ആരെയും ചെയ്തു കളയും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ G7 ഉച്ചകോടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ കാണുന്നത്. നമ്മൾ ക്രിക്കറ്റ് ടീമിന് കൈ കൊടുത്തില്ല. എന്തേ കാര്യം? ക്രിക്കറ്റ് ടീമുകാരൊന്നും ചെയ്തതല്ല, പക്ഷേ പാകിസ്ഥാനോടുള്ള ആ വിരോധം കൊണ്ട്. അപ്പോൾ പിന്നെ ഈ പുള്ളിയോട് 4 വർത്താനം പറയണ്ടേ? അവിടെയാണ് ജോർജിയ മെലനി തൻ്റെ നിലപാട് ഉറക്കെ പറഞ്ഞത്. തൻ്റെ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ വിടുവായൻ പറഞ്ഞത് എന്ന് ഉറക്കെ പറയാൻ തയ്യാറായത്.